പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പ്രവർത്തന നിരതരായാൽ മാത്രം പോരാ, നമ്മൾ പ്രാർത്ഥിക്കുക കൂടെ ചെയ്യണം. നമ്മൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഊർജം ലഭിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവ്യബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നതും നല്ലത് തന്നെ. ദൈവത്തിന് വേണ്ടി നമ്മൾക്ക് പ്രവർത്തിക്കാം, ദൈവത്തോടൊപ്പം ആയിരിക്കാം, അവിടുത്തെ ആ സ്നേഹം നുകരാം, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.